ചന്ദ്രസേനന്റെ ശീതളപാനീയമായ കൊലപാതകം രാഹുൽ തന്റെ ധീരമായ പദ്ധതി വിവരിക്കുമ്പോൾ ഭൂതകാല സഞ്ചാരിയായ ചന്ദ്രൻ ഇരുണ്ട ആകാശത്തിലൂടെ കണ്ണോടിച്ചു. ഗുണ്ടയുടെ സ്വിച്ച് ബ്ലേഡ് പോലെ മൂർച്ചയുള്ള വാക്കുകൾ അവന്റെ നാവിൽ ലോഹത്തിന്റെ രുചിയായി. ഒരു കാലത്ത് ഭയഭക്തിയോടെ ഉച്ചരിച്ച പേരായിരുന്നു ചന്ദ്രസേനൻ, ഇപ്പോൾ അത് വഞ്ചനയുടെ കയ്പ് കൊണ്ട് തുപ്പി. പറയാത്ത ചോദ്യങ്ങളാൽ വായു പ്രകമ്പനം കൊള്ളിച്ചു. ബുള്ളറ്റ് പ്രതികാരത്തിനുള്ള ദാഹം ശമിപ്പിക്കുമോ, അതോ അപ്രതീക്ഷിതമായ അനന്തരഫലങ്ങളുടെ ഒരു ചിത ജ്വലിപ്പിക്കുമോ? ഇതിനിടയിൽ കിലോമീറ്ററുകൾ അകലെ രൂപ സ്വന്തം ഓർമ്മകളിൽ ബന്ദിയായിരുന്നു. ചന്ദ്രസേനന്റെ മുഖമുദ്രയായ മുല്ലപ്പൂവിന്റെ സുഗന്ധം വായുവിൽ കനത്തു തൂങ്ങി ഖേദത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചു. ഒരു കാലത്ത് വാത്സല്യത്തിന്റെ പ്രതീകമായിരുന്ന ഓരോ ഇതളുകളും ഇപ്പോൾ മുള്ളുകൾ പോലെ കുത്തിയിരുന്നു. അവളുടെ ഓരോ തുള്ളി കണ്ണുനീരും ചതിയിൽ വിഷം കലർന്ന പ്രണയത്തിന്റെ കൈപ്പേറിയ സാക്ഷ്യമാണ്. ഭൂതകാലത്തിന്റെ ഇരുമ്പിന്റെ പിടിയിൽ നിന്ന് രക്ഷയുണ്ടായിരുന്നോ, അതോ അവളുടെ ഭാവിയെ അതിന്റെ നീണ്ട തണുത്ത നിഴൽ കൊണ്ട് എന്നേക്കുമായി മറയ്ക്കുമോ? മാറ്റത്തിന്റെ കുത്തൊഴുക്കിൽ ആടിയുലയുന്ന രണ്ട് ആത്മാക്കളുടെ നിശബ്ദ സാക്ഷിയായ രാത്രി അതിന്റെ ശ്വാസം നിലച്ചു. പ്രതികാരത്തിന്റെ മയക്കുന്ന കുശുകുശുക്കലുകളാൽ വിഴുങ്ങിയ രാഹുലും ഖേദത്തിന്റെ കലുഷിത വെള്ളത്തിൽ മുങ്ങിയ രൂപയും കവലയിൽ നിന്നു. നീതി വാഴുമോ, അതോ വേദനയാൽ കഠിനമായ ഹൃദയങ്ങൾ പ്രതികാരത്തിന്റെ പാറകളിൽ തകരുമോ? കാത്തിരിപ്പിന്റെ ഗർഭിണിയായ രാത്രി തിരഞ്ഞെടുക്കലുകളുടെയും വിധികളുടെയും ഇഴചേർന്ന സിന്ദൂരം വരച്ച ഒരു പ്രഭാതം വാഗ്ദാനം ചെയ്തു.